ഇന്നത്തെ ആധുനിക ബൈക്കിന് തുടക്കകഥ കേട്ടാൽ നിങ്ങൾ ശരിക്കും അതിശയിക്കും. ആദ്യത്തെ ബൈക്കിന് പെഡൽ പോലും ഉണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റോറി വിത്ത് ശ്രീ. 1817 ജർമ്മൻ ശാസ്ത്രജ്ഞനായ കാൾ ഡ്രെയ്സ് ആണ് ലോകത്തിലെ ആദ്യത്തെ ബൈക്ക് കണ്ടുപിടിച്ചത്. അതിൻ്റെ പേര് ഡ്രെയ്സിൻ അഥവാ ഡാൻഡി ഹോഴ്സ് എന്നായിരുന്നു. 2 ചക്രങ്ങളുള്ള മരക്കെട്ടായിരുന്നു ഇത്. ഇന്നത്തെ പോലെ ചെയിനോ പെഡലോ ഒന്നുമില്ലായിരുന്നു. യാത്രക്കാരൻ കാലുകൾ കൊണ്ട് നിലത്ത് തള്ളി മുന്നോട്ട് പോകേണ്ട സംവിധാനമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്നത്തെ യൂറോപ്പിൽ ഇതിനെ റണ്ണിങ് മെഷീൻ എന്ന് വിളിച്ചു. ആ കാലത്ത് ഇത് വലിയൊരു വിപ്ലവമായിരുന്നു. കാരണം കുതിരകളോ മറ്റേതെങ്കിലും മൃഗങ്ങളുടെയോ സഹായമില്ലാതെ മനുഷ്യൻ ചക്രങ്ങളുടെ സഹായത്തോടുകൂടി യാത്ര ചെയ്യാൻ ആരംഭിച്ചതിൻ്റെ ആദ്യത്തെ പടി ഇവിടുന്നായിരുന്നു. 1860കളിൽ ഫ്രാൻസിൽ ആദ്യമായി പെഡൽ ഘടിപ്പിച്ച വെലോസിപ്പേഡ് രൂപം കൊണ്ടു. 1870-80കളിൽ വലുതായ 3 ചക്രവും ചെറുതായ പിൻചക്രവുമുള്ള പെന്നി ഫാർത്തിങ് ജനപ്രിയമായി. എന്നാൽ അപകടങ്ങൾ കൂടുതലായതിനാൽ ഇത് അധികം നാളും നിലനിന്നില്ല. 1885 ഇംഗ്ലണ്ടിലെ ജോൺ കെംപ് സ്റ്റാർലി നിർമ്മിച്ച സേഫ്റ്റി ബൈസൈക്കിളാണ് ഇന്നത്തെ ആധുനിക സൈക്കിളിൻ്റെ മാതൃകയായി മാറിയത്. അതിനാൽ 1817 കാൾ ഡ്രെയ്സ് നിർമ്മിച്ച ഡ്രെയ്സിൻ തന്നെയാണ് ലോകത്തിലെ ആദ്യത്തെ ബൈക്ക്. ഇന്നത്തെ ബൈക്കിൻ്റെ മഹത്തായ ചരിത്രത്തിന് തുടക്കം കുറിച്ച വാഹനം.